അപ്പൊ നമുക്ക് സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായില്ലായിരുന്നു കേട്ടോ. SQL ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റത്തെ ടോപ്പിക്, അതായത് വ്യൂ, 3 ടോപ്പിക്സ് ഉണ്ട്. വ്യൂ, അസേർഷൻസ്, ട്രിഗേഴ്സ്. ഈ 3 ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പൊ നമ്മൾ സീരീസിന് വരെ നമ്മൾ SQL വരെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. SQL കുറേ ഫങ്ഷൻസും അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, ഗ്രൂപ്പ് ബൈ ഹാവിങ്, അങ്ങനെ കുറേ ഉണ്ട്. കുറേയൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ കുറേയൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് നോക്കി പോവുക. അടുത്ത ടോപ്പിക് വ്യൂസ് ഇൻ SQL. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താണ് വ്യൂ അല്ലെങ്കിൽ വെർച്വൽ ടേബിൾസ് ഇൻ SQL. ഇതിനകത്ത് വ്യൂ മീൻസ് ഇറ്റ് ഈസ് എ സിംഗിൾ ടേബിൾ ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം അതർ ടേബിൾസ്. വ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെർച്വൽ ടേബിൾസ് ആണ്. നമ്മളിപ്പം നമ്മുടെ ഡേറ്റാബേസിൽ കുറെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിൾസിലേക്ക് കുറെ വാല്യൂസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി നമുക്കിപ്പം ഒരു ഡേറ്റാബേസിൽ നിന്ന് നമുക്കൊരു ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റിലേഷൻസ് അല്ലെങ്കിൽ ടേബിൾസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ക്വറി റിസൾട്ട് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പൊ പലപ്പോഴും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഫ്രീക്വന്റ്ലി നമുക്ക് 2-3 റിലേഷൻസ് ജോയിൻ ചെയ്തിട്ടുള്ള റിസൾട്ടിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വറിയുടെ റിസൾട്ട് നമുക്കൊരു വ്യൂ അല്ലെങ്കിൽ ഒരു വെർച്വൽ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്ച്വലി നമുക്കിപ്പോ ഒരു ഡേറ്റാബേസിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡേറ്റാബേസിലേക്ക് നമ്മൾ ക്വറി ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ആ ഡേറ്റ നമുക്ക് പല ടേബിൾസിൽ നിന്ന് കിടക്കുന്ന ഡേറ്റ ഏതെങ്കിലും ഒരു ജോയിൻ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് റിട്രീവ് ചെയ്യുന്നു. അപ്പം എപ്പോഴും നമുക്ക് ആ ഒരു ഡേറ്റ പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ആ ജോയിൻ ഓപ്പറേഷൻസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് പകരം നമുക്ക് എന്താണ്, ആ കോംപ്ലിക്കേറ്റഡ് ക്വറിയുടെ റിസൾട്ട് നമുക്കൊരു വെർച്വൽ ടേബിൾ ആയിട്ട് നമുക്ക് SQL ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ആണ് വ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആക്ച്വലി വ്യൂ എന്ന് പറയുന്നത് ഒരു വെർച്വൽ ടേബിൾ ആണ്. അത് വെർച്വലി എക്സിസ്റ്റിംഗ് ആണ്. നമ്മുടെ ക്വറിയുടെ റിസൾട്ടിനെ നമ്മൾ ഒരു വെർച്വൽ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെർച്വൽ ടേബിളിൽ നിന്ന് സാധാരണ ഒരു ടേബിൾസിനെ ക്വറി ചെയ്യണ പോലെ നമുക്ക് DML ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു വെർച്വൽ ടേബിൾ ആവും. ആ വെർച്വൽ ടേബിൾ എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യണത്? ഫ്രം ദ ബേസ് ടേബിൾസ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ ബേസ് ടേബിൾസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഏതെങ്കിലും ഒരു ക്വറി, അതായത് എന്തെങ്കിലും ജോയിൻ ഓപ്പറേഷൻസ് ഉള്ള ക്വറിയോ അല്ലെങ്കിൽ നെസ്റ്റഡ് ക്വറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വറി യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വറി ചെയ്ത റിസൾട്ട് ആണ് നമ്മൾ വെർച്വൽ ടേബിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് 2 ടേബിൾസ് ഉണ്ടാവും. ഒന്ന് വെർച്വൽ ടേബിൾ വ്യൂ എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ ആ വ്യൂവിലേക്കുള്ള ഡേറ്റ എവിടെ നിന്നാണ് വന്നത്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ബേസ് ടേബിൾസിൽ നിന്നാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്. അപ്പോൾ അതാണ് വ്യൂ എന്ന് പറഞ്ഞതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ വ്യൂ ഇൻ SQL ടെർമിനോളജി ഇസ് എ സിംഗിൾ ടേബിൾ ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം അതർ ടേബിൾസ്. ദീസ് അതർ ടേബിൾസ് ക്യാൻ ബി ബേസ് ടേബിൾസ് ഓർ പ്രീവിയസ്ലി ഡിഫൈൻഡ് വ്യൂസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡേറ്റ വീണ്ടും അതിനെന്ത് ചെയ്യാം, വേറൊരു വ്യൂ ആക്കി വെക്കാം. അപ്പോൾ അതായത് നമുക്കിപ്പോ കുറെ ബേസ് റിലേഷൻസിൽ നിന്നുള്ള ഡേറ്റ നമ്മളൊരു വ്യൂവിലേക്ക് ക്രിയേറ്റ് ചെയ്തു. ആ വ്യൂവിനെ വീണ്ടും നമുക്ക് എന്താക്കാം, അടുത്ത ലെവലിലുള്ള ഒരു വ്യൂ ആക്കി നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എ വ്യൂ ഡസ് നോട്ട് നെസസറിലി എക്സിസ്റ്റ് ഇൻ ഫിസിക്കൽ ഫോം. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ വെർച്വൽ ടേബിൾ ഇൻ കോൺട്രാസ്റ്റ് ടു ബേസ് ടേബിൾസ് ഹൂസ് ടപ്പിൾസ് ആർ ഓൾവേസ് ഫിസിക്കലി സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ്. അപ്പൊ ആക്ച്വലി നമ്മുടെ ബേസ് ടേബിൾസിലാണ് ഡേറ്റ ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ നമ്മളൊരു വെർച്വൽ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പൊ എല്ലാ മോഡിഫിക്കേഷൻസും എല്ലാം പോകുന്നത് എങ്ങോട്ടേക്കാണ്? ബേസ് ടേബിൾസിലേക്ക് തന്നെയാണ് എല്ലാ ടപ്പിൾസിന്റെയും ഓർഗനൈസേഷൻ പോണത്. This limit the possible update operations that can be applied to the views, but it does not provide any limitations on querying a view. അപ്പോൾ നമ്മൾ കുറെ ബേസ് റിലേഷൻസിൽ നിന്നുള്ള ഡേറ്റ നമ്മളൊരു വ്യൂവിലേക്ക് നമ്മൾ മാപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ആ വ്യൂവിൽ നമുക്ക് എന്ത് ക്വറി ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ബേസ് റിലേഷൻസിൽ നിന്ന് നമ്മൾ എടുത്ത് ക്വറി ചെയ്തുള്ള റിസൾട്ട് ആണ് നമ്മൾ വ്യൂവിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ വ്യൂവില് നമുക്ക് സാധാരണ ഒരു ബേസ് റിലേഷൻസിൽ ചെയ്യാവുന്ന എല്ലാ റിട്രീവൽ ഓപ്പറേഷൻസും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ഡേറ്റ് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും മനസ്സിലാക്കാം വ്യൂ എന്താന്നുള്ളത്. അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ ടേബിൾസ് ഇൻ SQL ആണ്.
And we can think of a view as a way of specifying a table that we need to reference frequently even though it may not exist physically. അതായത് നമുക്കിപ്പം വ്യൂ എപ്പോഴും നമ്മൾ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് ഒരു ടേബിളിൽ നിന്നുള്ള ഡേറ്റ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ടേബിൾസ് ആണ്, പക്ഷെ നമുക്ക് ശരിക്കുമുള്ള ഒരു ഡാറ്റാബേസ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടേബിൾസ് ആയിരിക്കും, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ചിലപ്പം 2-3 ബേസ് റിലേഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ഫ്രീക്വന്റ്ലി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അതിന്റെ ആ കോപ്പി, അതായത് ആ കുറെ റിലേഷൻസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ക്വറി റിസൾട്ടിനെ നമുക്കൊരു വ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു വെർച്വൽ ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യണില്ല, പക്ഷെ അത് വെർച്വലി അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു വ്യൂ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയേണ്ടത്. സ്ട്രക്ചർ ഡാറ്റ ഇൻ എ വേ ദാറ്റ് ദ യൂസേഴ്സ് ഓർ ക്ലാസസ് ഓഫ് യൂസേഴ്സ് ഫൈൻഡ് നാച്ചുറൽ ഓർ ഇൻറ്റ്യൂറ്റീവ്. അതായത് ഓരോ യൂസറിനും വേണ്ടിയിട്ടുള്ള ഡേറ്റയെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി നമുക്ക് വ്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡാറ്റാബേസിൽ എങ്ങനെ വ്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ബാങ്കിങ് ഡാറ്റാബേസ് എടുത്താൽ ആ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ്, ഓരോ കസ്റ്റമറിന്റെ ലോൺ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആ ഒരു ബാങ്കിങ് ഡാറ്റാബേസിൽ ഡിഫറെന്റ് ടേബിൾസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്നുള്ള ഡേറ്റ എല്ലാ ഡേറ്റാസും നമുക്ക് എന്താണ്, എല്ലാ യൂസേഴ്സിനോ അല്ലെങ്കിൽ ആ ബാങ്കുമായിട്ട് കണക്ഷനുള്ള എല്ലാവർക്കും എല്ലാ ഡേറ്റാസും വ്യൂവബിൾ അല്ല, ആക്സസിബിൾ അല്ല. എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ആക്സസ് പെർമിഷൻ അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഡാറ്റ മാത്രമാണ് ഓരോരുത്തർക്കും ആക്സസ് ഉള്ളൂ. അപ്പൊ യൂസർ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ കസ്റ്റമറിനുള്ള ഡേറ്റയാണ് കസ്റ്റമറിന് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം വ്യൂസിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് നമുക്കൊരു ഓൾ ഡാറ്റാബേസ് കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ യൂസറിനനുസരിച്ച് ഓരോരോ വ്യൂ നമുക്ക് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കസ്റ്റമർ ലോഗിൻ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ വ്യൂ ആണ് അവിടെ കിട്ടുന്നത്. ഇനി മാനേജറിന്റെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ മാനേജറിന് വേറൊരു വ്യൂ ആയിരിക്കും. സെയിം ഡാറ്റാബേസ് ആണ്, പക്ഷെ മൾട്ടിപ്പിൾ വ്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് വ്യൂ. അപ്പൊ ആക്ച്വലി അതെല്ലാം എന്താണ്, വെർച്വൽ ടേബിൾസ് ആണ്. And it restricts access to the data in such a way that user can see, modify exactly what they need and no more. അതായത് വെർച്വൽ ടേബിൾ വെച്ച് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാനിപ്പോ പറഞ്ഞു ഒരു ബാങ്കിങ് ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ വ്യൂ എന്ന് പറയുമ്പോൾ എന്താ, കസ്റ്റമറിന് എന്തൊക്കെയാണോ ബാങ്കിങ്ങിൽ ആവശ്യമുള്ളത്, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് അതെല്ലാമാണ് ആ കസ്റ്റമറിന്റെ വ്യൂവിൽ കിട്ടുള്ളൂ. അപ്പൊ ആ കസ്റ്റമറിന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, അതിനെല്ലാം നമ്മൾ എന്താണ് റെസ്ട്രിക്ട് ചെയ്തേക്കുവാണ്. അതായത് ഡാറ്റ ആക്സസ് ചെയ്യണതിലൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ആ വ്യൂ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ സമ്മറൈസ് ഡാറ്റ ഫ്രം വേരിയസ് ടേബിൾസ് വിച്ച് ക്യാൻ ബി യൂസ് ടു ജനറേറ്റ് റിപ്പോർട്ട്സ്. ഇപ്പം ബേസിക്കലി റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യൂ എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആ കേസിലൊക്കെ നമുക്ക് ഈ മൾട്ടിപ്പിൾ റിസൾട്ടിനെ കമ്പൈൻ ചെയ്യാനുള്ള ക്വറിയുടെ റിസൾട്ടിനെ നമുക്കൊരു വ്യൂ ആയിട്ട് മാപ്പ് ചെയ്യാം. അപ്പം നമുക്ക് എപ്പോഴൊക്കെ റിസൾട്ട് റിപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോഴെല്ലാം ആ വ്യൂ നമുക്ക് ക്വറി ചെയ്തോട്ട് ഇരുന്നാൽ മതി. അപ്പൊ ഒരു ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യണ പോലെ തന്നെ നമുക്കൊരു വ്യൂവിൽ നിന്നും ഡേറ്റ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കമ്പനി ഡാറ്റാബേസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ഫ്രീക്വന്റ്ലി ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്വറി എന്ന് പറഞ്ഞാൽ എംപ്ലോയി നെയിം, ആ കമ്പനിയിലെ ഓരോ എംപ്ലോയീസും അവർ ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യണേന്നുള്ളതും ആണ് എപ്പോഴും ഫ്രീക്വന്റ്ലി ആ ഒരു ഡാറ്റാബേസിൽ ഇഷ്യൂ ചെയ്യുന്ന ക്വറി അതാണ്. ഓക്കെ, അതായത് ഓരോ എംപ്ലോയീസും അതിന്റെ ആ എംപ്ലോയീസിന്റെ പ്രൊജക്ട് നെയിം, അതായത് അവർ ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യണേന്നുള്ള ഡീറ്റെയിൽസ് ആണ് എപ്പോഴും ക്വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു ഡാറ്റാബേസ് എപ്പോഴും ആക്സസ് ചെയ്യുമ്പോൾ ആ ഒരു ക്വറിയാണ് എപ്പോഴും ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ എംപ്ലോയീസും ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ആക്ച്വലി കമ്പനി ഡാറ്റാബേസ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് കമ്പനി ഡാറ്റാബേസ് ആണ്. അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഡാറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ 3 ടേബിൾസിനെ ജോയിൻ ചെയ്താലാണ് നമുക്ക് ഓരോ എംപ്ലോയീസും ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യണേന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എപ്പോഴും ഇഷ്യൂ ചെയ്യുന്ന ക്വറി അതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡാറ്റ നമുക്കൊരു വെർച്വലി ഒരു വ്യൂവിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഡാറ്റ നമുക്ക് 3 റിലേഷൻസിൽ ജോയിൻ ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ വെർച്വലി നമുക്കൊരു വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഡാറ്റ ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ബേസ് റിലേഷൻസിനെ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ക്വറി എഴുതേണ്ട ആവശ്യമില്ല. വ്യൂവിലേക്ക് ഓൾറെഡി അതിന്റെ റിസൾട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സെലക്ട് സ്റ്റാർ ഫ്രം
വ്യൂ എന്നുള്ള രീതിയിലുള്ളത് ചെയ്താൽ മതി. അപ്പൊ വ്യൂവിനെ നമുക്ക് ക്വറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോയിൻ ഓപ്പറേഷൻസിന് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്താ നെഗ്ലക്ട് ചെയ്യാം. കാരണം ആ ജോയിൻ ഓപ്പറേഷൻസിന്റെ റിസൾട്ട് ആണ് നമ്മൾ വ്യൂവിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ എംപ്ലോയീസും അത് ഏത് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആ വ്യൂവിനെ ക്വറി ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഒരു നമ്മൾ പഠിച്ചു വന്നതിൽ വ്യൂവിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്കൊരു ബേസ് റിലേഷൻസിൽ ജോയിൻ ഓപ്പറേഷൻസ് ചെയ്ത് കിട്ടേണ്ട റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയാണോ ആ ജോയിൻ ഓപ്പറേഷന്റെ റിസൾട്ട് ആവശ്യമുള്ളത് അപ്പോഴല്ല നമുക്ക് ഏത് യൂസ് ചെയ്താൽ മതി, വ്യൂവിൽ നിന്നുള്ള ഒരു സെലക്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വ്യൂവിൽ നിന്നുള്ള ഒരു റിട്രീവൽ ക്വറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഓഫ് വ്യൂ. അപ്പൊ വ്യൂ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും SQL-ല്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വെർച്വൽ ടേബിൾ വേണമെന്ന് പറഞ്ഞു. ആ വെർച്വൽ ടേബിളിലേക്ക് നമ്മുടെ ബേസ് ടേബിളിൽ നിന്ന് ഏതൊക്കെ ആട്രിബ്യൂട്ട് ലിസ്റ്റും അതുപോലെ തന്നെ ഏതൊക്കെ ടേബിൾസിൽ നിന്നുള്ള ഡേറ്റയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അതിന്റെ സിന്റാക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് വ്യൂ എന്ന് പറയുന്നതാണ് അതിന്റെ സിന്റാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് വ്യൂ നെയിം കൊടുക്കുക. വ്യൂ നെയിം എന്ന് പറയുന്നത് വർക്ക്സ് ഓൺ വൺ എന്നുള്ളതാണ് വ്യൂ നെയിം. സെലക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സെലക്ട് കൊറി കൊടുക്കുക. അതായത് ആ സെലക്ട് കൊറിയിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ റിസൾട്ട് ആണ് നമ്മൾ വർക്ക്സ് ഓൺ വൺ എന്നുള്ള ഒരു വെർച്വൽ ടേബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ഈ പറഞ്ഞ സെലക്ട് എഫ് നെയിം എൽ നെയിം പി നെയിം അവേഴ്സ് ഫ്രം എംപ്ലോയി പ്രൊജക്ട് വർക്ക്സ് ഓൺ വേർ ESSN ഈക്വൽ ടു SSN ആൻഡ് PNO ഈക്വൽ ടു P നമ്പർ, എപ്പോഴൊക്കെയാണോ ആ കുറി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ റിസൾട്ട് ആവശ്യമുള്ളത് അപ്പോഴെല്ലാം നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപ്ലി സെലക്ട് സ്റ്റാർ ഫ്രം വർക്ക്സ് ഓൺ വൺ എന്ന് കൊടുത്താൽ ആ ക്വറിയുടെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ആ വെർച്വൽ ടേബിളിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ എംപ്ലോയി പ്രൊജക്ട് വർക്ക്സ് ഓൺ എന്ന് പറഞ്ഞ 3 റിലേഷനിൽ ജോയിൻ ഓപ്പറേഷൻ ചെയ്ത് റിസൾട്ട് കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ട് എവിടെ നിന്നില്ല, നമുക്ക് ആ വ്യൂവിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളതിൽ എന്താണ് എഫക്റ്റീവ് ആയിരിക്കും. ആ റിസൾട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വർക്ക്സ് ഓൺ എന്നുള്ള ആ ഒരു വ്യൂവിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുക. ഇനി നമുക്കിപ്പോൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പം ഏതൊക്കെ ടേബിൾസിൽ നിന്നാണോ നമുക്ക് ഡാറ്റ വേണ്ടത് അപ്പൊ അതെല്ലാം ആ കോളത്തിന്റെ പേര് തന്നെയായിട്ടായിരിക്കും നമുക്ക് വ്യൂവിന്റെ ടേബിളിന്റെ കോളം നെയിം ആയിട്ട് കിട്ടണത്. ഇനി അതല്ല വേറെ ടേബിളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് വ്യൂ നെയിം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് റിട്രീവ് ചെയ്യുന്നതിന്റെ കോളത്തിന്റെ പുതിയ പേരുകൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഡിപ്പാർട്ട്മെന്റ് നെയിം നമ്പർ ഓഫ് എംപ്ലോയീസ് ടോട്ടൽ സാലറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ സെലക്ട് ഡി നെയിം കൗണ്ട് സ്റ്റാർ സം ഓഫ് സാലറി ഫ്രം ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി വേർ ഡി നമ്പർ ഈക്വൽ ടു DNO ഗ്രൂപ്പ് ബൈ ഡി നെയിം. അപ്പൊ ആ ക്വറിയുടെ റിസൾട്ട് നമുക്ക് വ്യൂ എന്ന് പറഞ്ഞ വെർച്വൽ ടേബിളിൽ ഏതൊക്കെ കോളം നെയിമിൽ വരണം എന്നുണ്ടെങ്കിൽ അത് ആ കോളത്തിന്റെ നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ 2 മെത്തേഡ് കാണിച്ചിട്ടുണ്ട് വ്യൂ ക്രിയേറ്റ് ചെയ്യണതിന്റെ. ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ മെത്തേഡ്, ക്രിയേറ്റ് വ്യൂ നെയിം കൊടുക്കുക, എന്നുള്ള കീവേഡ് കൊടുക്കുക, അതിന്റെ സെലക്ട് കൊറി കൊടുക്കുക. അപ്പൊ ആ സെലക്ട് കൊറിയുടെ റിസൾട്ട് ആണ് നമുക്ക് വർക്ക്സ് ഓൺ വൺ എന്നുള്ള ആ ഒരു വ്യൂവില് നമുക്ക് റോസ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ആ വർക്ക്സ് ഓൺ വൺ എന്നുള്ള ആ ഒരു വ്യൂവിന്റെ കോളം നെയിം എന്തായിരിക്കും, നമ്മൾ ഏതൊക്കെ ടേബിൾസിൽ നിന്നുള്ള ഡേറ്റ ആണോ റിട്രീവ് ചെയ്യുന്നത് അതാത് കോളം നെയിം ആയിരിക്കും അതിന്റെയും കോളം. ഇനി അതല്ല നമുക്ക് പുതിയ വ്യൂ ടേബിളിന് അല്ലെങ്കിൽ വെർച്വൽ ടേബിളിന് അതിൻ്റെതായ കോളം നെയിം വേണമെന്നുണ്ടെങ്കിൽ അത് ബ്രാക്കറ്റ്സിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതാണ് 2 ഡിഫറൻസ്. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോ നമുക്കിത് നോക്കാം. ഈ QV1 എന്നുള്ള ക്വറി നോക്കാം. ഈ QV1 എന്നുള്ള ക്വറി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോഡക്റ്റ് എക്സ് എന്നുള്ള ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എല്ലാം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് പ്രോഡക്റ്റ് എക്സ് എന്നുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും L നെയിമും ലാസ്റ്റ് നെയിമും F നെയിമും കിട്ടണം. അപ്പൊ നമ്മുടെ ഡാറ്റാബേസിൽ നമ്മുടെ ബേസ് റിലേഷൻസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ക്വറിയുടെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ 3 റിലേഷൻസ് ജോയിൻ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ഈ 3 റിലേഷൻസും ജോയിൻ ചെയ്തിട്ടുള്ള റിസൾട്ട് നമ്മൾ വർക്ക്സ് ഓൺ വൺ എന്നുള്ള ഒരു വ്യൂവിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വറി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ വ്യൂ വണ്ണിൽ നിന്ന് നമുക്ക് സെലക്ട് ക്വറി വർക്ക്സ് ഓൺ വണ്ണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, റിട്രീവൽ ക്വറി കൊടുത്താൽ മതി. അതാണ് കാണിച്ചിരിക്കുന്നത്. സെലക്ട് F നെയിം L നെയിം ഫ്രം
വർക്ക്സ് ഓൺ വൺ where p name equal to product x. അപ്പൊ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വറി നമ്മൾ എന്ത് ചെയ്തു? കോംപ്ലിക്കേറ്റഡ് ക്വറിയുടെ റിസൾട്ട് നമ്മൾ ഓൾറെഡി ഒരു വെർച്വൽ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് എപ്പോഴൊക്കെ ആ ഒരു ക്വറിയുടെ റിസൾട്ട് വേണം അപ്പോഴെല്ലാം ആ വ്യൂവിനെ നമ്മൾ ക്വറി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ അതാണ് കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, ഇനി വ്യൂ അപ്ഡേഷൻസ് എങ്ങനെയാ വരണമെന്നുള്ളത് പറയാം. എ വ്യൂ ഈസ് സപ്പോസ് ടു ബി ഓൾവേസ് അപ് ടു ഡേറ്റ്. ഓൾവേസ് അപ് ടു ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ വ്യൂ എന്ന് പറയുന്നത് ശരിക്കും വ്യൂവിലെ ഡാറ്റ എന്താണ്? നമ്മൾ കുറെ ബേസ് ടേബിൾസിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റകളാണ് വ്യൂ ആണല്ലോ. വെർച്വൽ ടേബിളാണ് വ്യൂ. അപ്പൊ എപ്പോഴൊക്കെ നമ്മൾ ബേസ് ടേബിൾസിൽ മോഡിഫിക്കേഷൻസ് വരുമോ അതെല്ലാം വ്യൂവിലും എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും? ഒരു മിസ്മാച്ച്, ഡാറ്റ ഇന്റഗ്രിറ്റി ഉണ്ടാവും, ഡാറ്റ കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. കാരണം ബേസ് ടേബിളിൽ നമ്മൾ ബേസ് ടേബിളിൽ നിന്ന് നമ്മളൊരു സെലക്ട് ക്വറിയുടെ റിസൾട്ടാണ് വ്യൂവിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻ കേസ് ബേസ് ടേബിളിലുള്ള ഡാറ്റ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യൂവിലും ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം, ഹെൻസ് ദ വ്യൂ ഈസ് നോട്ട് റിയലൈസ്ഡ് ഓർ മെറ്റീരിയലൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് വ്യൂ ഡെഫിനിഷൻ ബട്ട് റാദർ ദാൻ അറ്റ് ദ ടൈം വെൻ വി സ്പെസിഫൈ എ ക്വറി ഓൺ ദ വ്യൂ. അതായത് നമ്മളിപ്പം വ്യൂ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ ആ വ്യൂവിനെ യൂസ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് റിയലൈസേഷൻ വരണത്. നമ്മൾ വെറുതെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, അത് എപ്പോഴും എന്തായിരിക്കണം? അപ് ടു ഡേറ്റ് ആയിരിക്കണം. അത് ലാസ്റ്റ് നമ്മുടെ ബേസ് ടേബിളിൽ എപ്പോഴൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കറസ്പോണ്ടിങ് വ്യൂവിലും അപ്ഡേഷൻസ് വരണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാറ്റാബേസ്. ആ സോഫ്റ്റ്വെയറിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ബേസ് ടേബിളിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് വന്നാൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ വ്യൂവിനെ നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇൻ കേസ് ഇനിയിപ്പോ നമുക്കൊരു വ്യൂ വേണ്ട, നമ്മളിപ്പോ ഒരു ടേബിൾസ് 2-3 ടേബിൾസ് ജോയിൻ ചെയ്തുള്ള റിസൾട്ട് വ്യൂവിലാക്കി ക്രിയേറ്റ് ചെയ്തു, വെർച്വൽ ടേബിൾ ആക്കി വെച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വ്യൂ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക? ആ ഒരു വ്യൂ ഡ്രോപ്പ് ചെയ്ത് കളയുക. അതിനുള്ള കമാൻഡാണ് ഡ്രോപ്പ്. ഇതെല്ലാം SQL-ലുള്ള കമാൻഡുകളാണ് കേട്ടോ. ഡ്രോപ്പ് വ്യൂ വർക്ക്സ് ഓൺ വൺ. അപ്പൊ അതെന്ത് ചെയ്യും? ആ വർക്ക്സ് ഓൺ വൺ എന്നുള്ള ഒരു വെർച്വൽ ടേബിള് ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, അപ്പൊ അത്രയും. ഇനി അടുത്ത സംഭവം വ്യൂ ഇംപ്ലിമെന്റേഷൻ, വ്യൂ അപ്ഡേറ്റ് ആൻഡ് ഇൻലൈൻ വ്യൂസ്. 3 സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് വൺ വ്യൂ ക്വറി മോഡിഫിക്കേഷൻ. ക്വറി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് മോഡിഫൈയിങ് ഓർ ട്രാൻസ്ഫോമിങ് ദ വ്യൂ involve physically creating involve modifying or transforming the view query submitted by the user into a query on the underlying base tables. For example, the query Q1 could be automatically modified to the following query by the DBMS. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്വറി മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വ്യൂവിലേക്കുള്ള ക്വറി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് എന്ത് തന്നെയാണ്? അത് ഏതൊക്കെ ടേബിൾസിൽ നിന്നാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനകത്തേക്കുള്ള ക്വറിയാണ് ശരിക്കും ക്വറിയുടെ റിക്വസ്റ്റ്. അതായത് നമ്മളിപ്പോ വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ഇപ്പൊ ഇതിനു മുമ്പ് കണ്ട വർക്ക്സ് ഓൺ വൺ എന്നുള്ളൊരു വ്യൂവിലേക്ക് നമ്മളൊരു ക്വറിയുടെ റിസൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി എങ്ങോട്ട് തന്നെയാണ് പോണത്? വ്യൂവില് നമ്മൾ എന്താണ് മെറ്റീരിയലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് 2-3 റിലേഷൻസ് ചെയ്യുന്നുള്ള ഡാറ്റ നമ്മൾ വ്യൂവിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് പോകുന്ന ക്വറി ആക്ച്വലി എന്ത് തന്നെയാണ്? ബേസ് ടേബിൾസിലേക്ക് തന്നെയുള്ള ക്വറിയാണ്. കാരണം അതൊരു വെർച്വൽ ടേബിൾ ആണ്, ഫിസിക്കലി എക്സിസ്റ്റിംഗ് അല്ല. ഓക്കെ, ഇനി വ്യൂ മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ it involves physically creating a temporary view table when the view is first queried and keeping that table on the assumption that other queries on the view will follow. That is, it is an efficient strategy for automatically updating the view table when the base tables are updated and must be developed in order to keep the view up to date. അതായത് വ്യൂ മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേസ് ടേബിൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേസ് ടേബിൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യൂവും അപ്ഡേറ്റഡ് ആവണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് വ്യൂ മെറ്റീരിയലൈസേഷൻ. അപ്പൊ വ്യൂ മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു വെർച്വൽ ടേബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ വ്യൂ മെറ്റീരിയലൈസേഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ ഫിസിക്കലി ക്രിയേറ്റ് ചെയ്യാണ്. ആ ടെമ്പററി വ്യൂ ടേബിളിനെ നമ്മൾ ഫസ്റ്റ് ക്വറി ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും?
അതിനെ ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് നമുക്ക് ആ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ ഫിസിക്കലി സ്റ്റോർ ചെയ്താൽ മാത്രമാണ് എന്താ നമ്മുടെ ഏതെങ്കിലും ഒരു ക്വറി ഏതെങ്കിലും ഒരു ബേസ് റിലേഷൻസിൽ മോഡിഫിക്കേഷൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി വ്യൂവിലും മോഡിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് വ്യൂ മെറ്റീരിയലൈസേഷൻ. അപ്പോൾ techniques using the concept of incremental update have been developed for this purpose. അതായത് where the DBMS can determine what new tuples must be inserted, deleted or modified in a materialized view table when a database update is applied to one of the defining base tables. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യൂ മെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യൂ ആക്ച്വലി എന്താണ് ഒരു വെർച്വൽ ടേബിൾ ആണ്. അതായത് 2-3 ബേസ് ടേബിൾസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വെർച്വൽ ടേബിൾ ആണ് വ്യൂ. ആക്ച്വലി അത് ഫിസിക്കലി സ്റ്റോറിങ് അല്ല. പക്ഷെ നമുക്ക് എന്ത് വേണം, നമ്മുടെ ബേസ് ടേബിൾസ് മോഡിഫൈ ചെയ്യുമ്പോൾ ആ ബേസ് ടേബിൾസിൽ നിന്ന് എടുത്ത ഡാറ്റയാണ് നമ്മൾ വ്യൂയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബേസ് ടേബിൾസ് മോഡിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യൂ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി വരും. അപ്പൊ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു എഫിഷ്യന്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ വ്യൂ മെറ്റീരിയലൈസ് ചെയ്യാന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കലി ഒരു ക്രിയേഷൻ കൊടുക്കും, ഫിസിക്കൽ സ്റ്റോറേജ് അതിന് കൊടുക്കും. അതായത് ഫസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൊറി ചെയ്യുമ്പോൾ തന്നെ അത് ഫിസിക്കലി അതിനെ ക്രിയേറ്റ് ചെയ്യണമെന്നിട്ട് അതായത് ഫിസിക്കൽ സ്റ്റോറേജ് അതിന് കൊടുത്ത് എന്താണ് ബേസ് ടേബിളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫിസിക്കലി ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെയും അപ്ഡേഷൻസ് വരും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻക്രിമെന്റൽ അപ്ഡേറ്റ്. ഇൻക്രിമെന്റൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബേസ് ടേബിളിൽ എന്തെങ്കിലും പുതിയ റോ ഇൻസേർട്ട് ചെയ്യോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും ഡാറ്റ മോഡിഫൈ ചെയ്യോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വ്യൂവും ആ ഒരു അപ്ഡേഷൻസ് പെർഫോം ചെയ്യുക. അതായത് മെറ്റീരിയലൈസ്ഡ് വ്യൂ ടേബിളിലും ആ മോഡിഫിക്കേഷൻസ് വരിക. അതിനാണ് നമ്മൾ ഇൻക്രിമെന്റൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് എത്രത്തോളം നമ്മളിപ്പോ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് കൊറി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയലൈസ്ഡ് വ്യൂ എന്ന് നല്ല കോൺസെപ്റ്റിൽ പറയാൻ പറ്റും. പക്ഷെ നമ്മളൊരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം നമ്മൾ വ്യൂ ക്വറി ചെയ്യണമെന്നില്ല. നമ്മൾ ആ ബേസ് ടേബിൾസിൽ നിന്നുള്ള ഡാറ്റ എടുത്ത് വ്യൂ ആക്കി വെച്ചു, കുറെ നാള് 2-3 ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ആ വ്യൂ പിന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ആ അതായത് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ സ്ക്രാച്ച് ചെയ്യുന്ന അതിനെ റീകമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും, അതായത് ആദ്യം തൊട്ടേ തുടങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് വ്യൂ എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വ്യൂ മെറ്റീരിയലൈസേഷൻ എന്താന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഫിസിക്കലി സ്റ്റോർ ചെയ്ത് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട് അതിന് ഫിസിക്കൽ സ്റ്റോറേജ് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് വ്യൂ മെറ്റീരിയലൈസേഷൻ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് ഇൻക്രിമെന്റൽ അപ്ഡേറ്റ്. ഇൻക്രിമെന്റൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് റിലേഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലി സ്റ്റോർ ചെയ്തിട്ടുള്ള വ്യൂവിലും മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ വ്യൂ മെറ്റീരിയലൈസ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നാള് നമ്മൾ ഈ വ്യൂവിനെ കൊറി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം വ്യൂ മെറ്റീരിയലൈസ്ഡ് ആയിരിക്കും. അപ്പൊ വ്യൂ നമ്മളിപ്പോ കുറച്ച് നാളത്തേക്ക് ആ വ്യൂവിലേക്ക് ഒരു കൊറീസും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ അത് റിമൂവ് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യമേ ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും വ്യൂവിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇനി അപ്ഡേറ്റിംഗ് ഓഫ് വ്യൂ അപ്ഡേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആണ് ആൻഡ് ക്യാൻ ബി അംബിക്വസ്. അതായത് നമ്മളിപ്പോ വ്യൂ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, വ്യൂവിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് കൊടുക്കുന്നത് എന്താണ്, കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻസ് ആണ്. കാരണം an update on a view defined on a single table without any aggregate function can be mapped to an update on the underlying base table under certain conditions. അതായത് നമുക്കിപ്പോ വ്യൂ എന്ന് പറഞ്ഞ സാധനം വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ ഒരു സിംഗിൾ ടേബിളിൽ നിന്നായിരിക്കും, ഒരു സിംഗിൾ ബേസ് ടേബിളിൽ നിന്നുള്ള ക്വറി റിസൾട്ട് ആണ് നമ്മൾ വ്യൂ ആക്കി ക്രിയേറ്റ് ചെയ്തേക്കണമെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യണതിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു വ്യൂവിലേക്ക് മാപ്പ് ചെയ്തേക്കണത് കുറെ റിലേഷൻസിന്റെ ജോയിൻ ഓപ്പറേഷന്റെ റിസൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് അവിടെ എന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അത് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, വ്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണ് വ്യൂ അപ്ഡേഷൻസ് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രിഫറൻസസ് കൊടുക്കാറില്ല. മനസ്സിലാവണ്ടോ? അപ്ഡേറ്റിംഗ് ഓഫ് വ്യൂ ഈസ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ക്യാൻ ബി ആംബിഗ്യസ്. കാരണം ജോയിൻ ഓപ്പറേഷൻസ് വെച്ചിട്ടുണ്ട് റിസൾട്ട് ആണ് നമ്മൾ വ്യൂവിലേക്ക് മാപ്പ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വ്യൂവിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടപ്പിളിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ബേസ് ടേബിളിലും മോഡിഫൈഡ് ആവണം. പക്ഷെ അത് ജോയിൻ ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള വ്യൂവിലാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് നമ്മുടെ അപ്ഡേഷൻ. അപ്പം a view update is feasible when only
One possible update on the base relation can accomplish the desired update effect on the view. Whenever an update on the view can be mapped to more than one update on the underlying base relations, we must have a certain procedure for choosing one of the possible update as the most likely one. Some researchers have developed method for choosing the most likely update. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മെറ്റീരിയലൈസ്ഡ് വ്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബേസ് ടേബിളും അപ്ഡേറ്റഡ് ആവണം. അപ്പോൾ ഒരു സിംഗിൾ റിലേഷനുള്ള വ്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണമെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. വ്യൂ അപ്ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബേസ് റിലേഷൻസ് അപ്ഡേറ്റഡ് ആവും. ബേസ് റിലേഷൻസ് അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ മെറ്റീരിയലൈസ്ഡ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വ്യൂവിലും അപ്ഡേഷൻസ് വരും. പക്ഷെ അതല്ല, ഒരു ജോയിന്റ് ഓപ്പറേഷൻസിന്റെ റിസൾട്ടിനെയാണ് നമ്മൾ വ്യൂ ആക്കി മാപ്പ് ചെയ്തേക്കണമെങ്കിൽ അവിടെ അപ്ഡേഷൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വേറൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോ ഒരു സിംഗിൾ ഡിഫൈനിങ് ടേബിൾ, അതൊരു സിംഗിൾ ബേസ് ടേബിളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ആ വ്യൂവിൽ നമുക്ക് ബേസ് റിലേഷനിലെ പ്രൈമറി കീയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് നമുക്ക് കുറച്ചൊക്കെ ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ടേബിൾസ് ജോയിൻ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് നമ്മൾ വ്യൂവിൽ വെച്ചേക്കണമെങ്കിൽ അത് ഇറ്റ് ഇസ് നോട്ട് അപ്ഡേറ്റബിൾ. ആൻഡ് ഓൾസോ അഗ്രിഗേറ്റ് ആൻഡ് ഗ്രൂപ്പിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തേക്കണമെങ്കിൽ അതും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് എപ്പോഴാണ്? ഒരു സിംഗിൾ ഡിഫൈനിങ് ടേബിളിൽ നിന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള വ്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് എന്ത് വേണം? ബേസ് റിലേഷൻസിന്റെ പ്രൈമറി കീ വേണം. ആസ് വെൽ ആസ് നോട്ട് കൺസ്ട്രെയിന്റ് ഉള്ള ആട്രിബ്യൂട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അപ്ഡേഷൻസ് പോസിബിൾ ആവുള്ളൂ. രണ്ടാമത്തെ കാര്യം, 2-3 ബേസ് ടേബിൾസും ജോയിൻ ഓപ്പറേഷൻസും ഒക്കെ ഉള്ള ക്വറിയുടെ റിസൾട്ട് ആണ് നമ്മുടെ വ്യൂ എങ്കിൽ അത് അപ്ഡേഷൻസ് പോസിബിൾ അല്ല. അതുപോലെ തന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ അല്ല. ഇത്രയാണ് നമുക്ക് വ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആക്ച്വലി വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർച്വൽ ടേബിൾ ആണ്. നമ്മുടെ ബേസ് റിലേഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വെർച്വൽ ടേബിൾസ് ആണ് വ്യൂ. അപ്പൊ അത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാ? നമ്മുടെ ഓപ്പറേഷൻസ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ജോയിൻ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനുള്ളതും ഫ്രീക്വന്റ്ലി നമുക്ക് കൊറി ചെയ്യേണ്ട റിസൾട്ടിനെ നമുക്ക് ഒരു വ്യൂയിലേക്ക് മാപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയാണ് ആ കോംപ്ലിക്കേറ്റഡ് കൊറി ആവശ്യമുള്ളത് അപ്പോഴെല്ലാം നമുക്ക് ഈ വ്യൂവിനെ കൊറി ചെയ്താൽ മതി. കാരണം വ്യൂ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് കൊറിയുടെ റിസൾട്ട് ആണ് നമ്മൾ വ്യൂ ആക്കി വച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ കൊറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ വ്യൂ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈങ് കൺസ്ട്രെയിൻസ് ആസ് അസേർഷൻസ് ആൻഡ് ആക്ഷൻസ് ആസ് ട്രിഗേഴ്സ്. ഇത് അടുത്ത ടോപ്പിക് ആണ്, അസേർഷൻസ് ആൻഡ് ട്രിഗേഴ്സ്. അപ്പോ നമ്മളൊരു ടേബിൾ, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്യും. ഡോറടിച്ച ഓക്കെ. ഇതിനകത്ത് അസേർഷൻസ് എന്നുള്ളൊരു സംഭവമുണ്ട്. അസേർഷൻസ് മീൻസ് കണ്ടീഷൻസ് ദാറ്റ് ദ ഡാറ്റാബേസ് മസ്റ്റ് ഓൾവേസ് സാറ്റിസ്ഫൈ. നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ റിലേഷൻസ് ഉണ്ട്, കുറെ ടേബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് റിലേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റും? അസേർഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡാറ്റാബേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ? അസേർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ടേബിൾസിൽ കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. കുറെ കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഫോറിൻ കീ കൺസ്ട്രെയിൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ഡൊമൈൻ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് പ്രൈമറി കീ, ഒരു ടേബിളിലെ ഒരു കോളം പ്രൈമറി കീ ആണ്. അപ്പൊ അതിന്റെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല, നള്ള് വരാൻ പാടില്ല. അതുപോലെ തന്നെ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് പറഞ്ഞു. അതായത് ഫോറിൻ കീ കോൺസെപ്റ്റ്. അപ്പൊ ഫോറിൻ കീയുടെ വാല്യൂ എന്താ വരാവുള്ളൂ? അത് ഏത് ടേബിളിനെയാണോ റെഫർ ചെയ്യുന്നത് അതിന്റെ വാല്യൂസ് ആണ് വരാമുള്ളൂ. അങ്ങനത്തെ കുറെ കൺസ്ട്രെയിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഒരു സിംഗിൾ ടേബിളിൽ ഡിഫൈൻ ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആണ്. അല്ലെങ്കിൽ 2 ടേബിൾസ്, ഫോറിൻ കീ പ്രൈമറി കീ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾസിൽ അതിനകത്ത് പറയേണ്ട കൺസ്ട്രെയിൻസ് ആണ്. അതുപോലെ തന്നെ ഡൊമൈൻ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ വേറൊരെണ്ണം പറഞ്ഞായിരുന്നു, ചെക്ക് കൺസ്ട്രെയിൻസ്. ചെക്ക് കൺസ്ട്രെയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ, ഒരു ടേബിളിലെ ഒരു ആട്രിബ്യൂട്ടിന് കൊടുക്കാവുന്ന കണ്ടീഷൻസ് നമുക്ക് ചെക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ ചെക്ക് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു എന്താണ്
ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ ഏജ് എന്നുള്ള ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഏജ് എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 18, അതായത് എംപ്ലോയി ഒരു കമ്പനിയിൽ 20 വയസ്സിന് മേളിലുള്ളവർക്കാണ് ജോലി കൊടുക്കണുള്ളൂ എങ്കിൽ ആ എംപ്ലോയി ഡാറ്റാബേസിൽ അല്ലെങ്കിൽ എംപ്ലോയി ടേബിളിൽ ഓരോ എംപ്ലോയീസിന്റെയും ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യാം. അയാളുടെ ഏജ് എന്ന കോളത്തിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 20 എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കണ്ടീഷൻ പർട്ടിക്കുലർ ഏജ് എന്നുള്ള കോളത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിന്റ് ആണ് ചെക്ക് കൺസ്ട്രെയിന്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ ചെക്ക് കൺസ്ട്രെയിന്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് എല്ലാം കൊടുക്കുന്നത് DDLന്റെ സമയത്താണ്, അതായത് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്, ക്രിയേറ്റ് ടേബിളിന്റെ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രൈമറി കീ കൺസ്ട്രെയിൻസ് എല്ലാം കൊടുക്കുന്നത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ചെക്ക് കൺസ്ട്രെയിനും കൊടുക്കുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതെല്ലാം ഒരു സിംഗിൾ ടേബിളിൽ നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് ആണ് ചെക്ക് കൺസ്ട്രെയിൻസ്. അപ്പോൾ അതിന് പകരം നമ്മുടെ ഡേറ്റാബേസിലെ ഡിഫറെന്റ് ടേബിൾസ്, ഡേറ്റാബേസ് തന്നെ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ്. അപ്പൊ ഡിഫറെന്റ് നമ്പർ ഓഫ് ടേബിൾസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അസേർഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡൊമൈൻ കൺസ്ട്രെയിൻസോ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസോ വെച്ചോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് അസേർഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ക്രിയേറ്റ് അസേർഷൻ, അസേർഷൻ നെയിം, ചെക്ക് പ്രെഡിക്കേറ്റ്. അപ്പൊ ചെക്ക് പ്രെഡിക്കേറ്റിന്റെ അവിടെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഡേറ്റാബേസിലെ എല്ലാ ടേബിൾസ് അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള ഡിഫറെന്റ് ടേബിൾസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സിന്റാക്സ് ഓർത്തിരിക്കുക. ക്രിയേറ്റ് അസേർഷൻ, അസേർഷൻ നെയിം, ചെക്ക് പ്രെഡിക്കേറ്റ്. ആ പ്രെഡിക്കേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേറ്റാബേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണോ അത് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ആ ഡേറ്റാബേസിൽ നമ്മൾ അസേർഷൻ ഉണ്ടാക്കി അത് കളയണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് അസേർഷൻ, അസേർഷൻ നെയിം കൊടുക്കുക. അപ്പൊ അത് ഡ്രോപ്പ് ആയി പോകും. ഇതിന്റെ ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു ടേബിൾ, ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അസേർഷൻ ക്രിയേറ്റ് ചെയ്തു. അസേർഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ തവണ എന്താണ് ഡേറ്റ ആക്സസ് ചെയ്യുമ്പോഴും, അതായത് ഡേറ്റാബേസിലേക്കുള്ള ഓരോ റിക്വസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡേറ്റാബേസിലുള്ള മോഡിഫിക്കേഷൻ അസേർഷൻ വയലേറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് സാധാരണ ഡൊമൈൻ നമുക്ക് കൺസ്ട്രെയിൻസ് വയലേറ്റ് ചെയ്തേക്കുന്നത് പോലത്തെ മെസ്സേജ് കാണിക്കും. കൺസ്ട്രെയിന്റ് വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡേറ്റാബേസ് മോഡിഫൈ ചെയ്യാം. അതായത് പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ളത് അത് നമുക്ക് പോസിബിൾ ആവും. അപ്പൊ ഇതാണ് അസേർഷൻസ്. അപ്പോൾ 1 or more ടേബിൾസിലെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസേർഷൻ യൂസ് ചെയ്യാം. ഒരു ഡേറ്റാബേസിലെ ഡിഫറെന്റ് ടേബിൾസ് തമ്മിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കൺസ്ട്രെയിന്റ് ആണ് അസേർഷൻസ്. അപ്പൊ അതിന്റെ സിന്റാക്സ് ക്രിയേറ്റ് അസേർഷൻ, അസേർഷൻ നെയിം കൊടുക്കുക, എന്നിട്ട് ചെക്ക് എന്നുള്ള കീവേഡ് കൊടുക്കുക, പ്രെഡിക്കേറ്റ് കണ്ടീഷൻ എന്താന്ന് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെക്ക് എന്നുള്ളത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തതാണ്. ഏജ് ഗ്രേറ്റർ ദാൻ 20 വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ചെക്ക് കൺസ്ട്രെയിന്റ് ആയിട്ട് എന്ത് കൊടുക്കാം, നമ്മൾ ആ ടേബിളിൽ ഓരോ കോളംസും ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോളം നെയിം, ഡേറ്റ ടൈപ്പ്, സൈസ് കൊടുത്തിട്ടാണല്ലോ. അത് കഴിഞ്ഞിട്ട് ചെക്ക് എന്നുള്ള കീവേഡ് കൊടുക്കുക, ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ എന്താണ്, ചെക്ക്, ബ്രാക്കറ്റിൽ കണ്ടീഷൻ എന്ത് കൊടുക്കും, ഏജ് ഗ്രേറ്റർ ദാൻ 20. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണത്, എംപ്ലോയി എന്നുള്ള റിലേഷനിൽ മാത്രം ഏജ് എന്നുള്ള കോളത്തിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 20 ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അസേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒന്നിൽ കൂടുതൽ, ഒന്നോ രണ്ടോ കൂടുതൽ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻസ് തമ്മിലുള്ള കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യാനുള്ളതാണ് അസേർഷൻ. ഇതിനകത്ത് അസേർഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അസേർഷൻ ഇതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ 1 പറഞ്ഞേക്കുന്നത് ഫോർ ഈച്ച് ടപ്പിൾ ഇൻ ദ student relation, the value of the attribute total credit must equal the sum of credit of courses that the student has completed successfully. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡന്റ് ഒരു ടേബിൾ ഉണ്ട്, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ആട്രിബ്യൂട്ട് ആണ് ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ആ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷനിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്റ്റുഡന്റിന്റെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ കൂടെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താ വരാവുള്ളൂ, ഈക്വൽ ടു ദ സം ഓഫ് ക്രെഡിറ്റ് ഓഫ് കോഴ്സസ് ദാറ്റ് ദ സ്റ്റുഡന്റ് ഹാസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റ് ഏതൊക്കെ കോഴ്സസ് ആണോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ളത് അതിന്റെ ആ കോഴ്സസിന്റെ ക്രെഡിറ്റിന്റെ സമ്മ് അല്ലെ ഈക്വൽ ടു
മസ്റ്റ് ഈക്വൽ ദ സം ഓഫ് ക്രെഡിറ്റ്സ്, അതാണ് വരാവുള്ളൂ. അപ്പം ആ ഒരു കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കോളത്തിന് നമുക്ക് ആ ഒരു കണ്ടീഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, വേറൊരു ടേബിളിലെ സ്റ്റുഡന്റിന്റെ ക്രെഡിറ്റ്, സം ഓഫ് ക്രെഡിറ്റിന്റെ കോഴ്സ്, ഓരോ കോഴ്സിന്റെയും ക്രെഡിറ്റിന്റെ സമ്മിന്റെ ടോട്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്കൊരു ചെക്ക് കൺസ്ട്രെയിന്റ്, ഒരു സിംഗിൾ ടേബിളിലുള്ള ഒരു കണ്ടീഷനായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ കുറിയാണ്, ക്രിയേറ്റ് അസേർഷൻ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, അസേർഷൻ വെച്ച് കൊടുക്കുന്നതിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ പറയുന്നത്. ക്രിയേറ്റ് അസേർഷൻ, അസേർഷൻ നെയിം, അസേർഷന്റെ നെയിം എന്ത് കൊടുത്തു, ക്രെഡിറ്റ് ഏൺഡ് കൺസ്ട്രെയിൻ എന്ന് കൊടുത്തു. ചെക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടേബിൾസ് ജോയിൻ ചെയ്തിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് എന്തോ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റുഡന്റ് ടേബിളും കോഴ്സ് ടേബിളും ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് ഓരോ സബ്ജക്റ്റിന്റെയും ഗ്രേഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എടുത്തിട്ടുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോഴെല്ലാം ഈ അസേർഷൻ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതായത് സ്റ്റുഡന്റ് എന്നുള്ള ടേബിളില് ടോട്ടൽ ക്രെഡിറ്റ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂലേക്ക് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോഴെല്ലാം ഈ അസേർഷൻ ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് വാല്യൂ ടേബിളിലേക്ക് ഇൻസേർഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അസേർഷൻ എന്നുള്ള സംഭവം കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഡൊമൈൻ കൺസ്ട്രെയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ടേബിളിലാണ് നമ്മൾ കണ്ടീഷൻ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ അസേർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡാറ്റാബേസിലെ മൾട്ടിപ്പിൾ റിലേഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് നമുക്ക് അസേർഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് അസേർഷൻ സം ലെങ്ത് ചെക്ക് 10,000 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓൾ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം ഒരു സിംഗിൾ റിലേഷനിലാണ്, സിംഗിൾ റിലേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കൺസ്ട്രെയിന്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. അപ്പൊ നമുക്ക് അസേർഷൻ വെച്ചിട്ട് ഒരു സിംഗിൾ റിലേഷനിലും കൊടുക്കാൻ പറ്റും, ഒന്നിൽ കൂടുതൽ റിലേഷൻസിൽ നമുക്ക് കൊടുക്കാവുന്ന കണ്ടീഷൻസും കൊടുക്കാൻ പറ്റും. അപ്പൊ സിംഗിൾ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ചെക്ക് കൺസ്ട്രെയിന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അതിന്റെ കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ഓഫ് കൺസ്ട്രെയിന്റ്, അപ്പൊ ആട്രിബ്യൂട്ട് ബേസ്ഡ് കൺസ്ട്രെയിന്റ് ഉണ്ട്, ആട്രിബ്യൂട്ട് ബേസ്ഡ് ചെക്കും ഉണ്ട്, ടപ്പിൾ ബേസ്ഡ് ചെക്കും ഉണ്ട്, അസേർഷനും ഉണ്ട്. അപ്പം 3 തരത്തിലുള്ള കൺസ്ട്രെയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഓരോ കോളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രെയിന്റ്, ഓരോ ടപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രെയിന്റ്, പിന്നെ ഓൾ ഡേറ്റാബേസിനെ കൺസിഡർ ചെയ്തിട്ടുള്ള കൺസ്ട്രെയിന്റ്. അപ്പോ ഈ 3 കമ്പാരിസൺ. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആദ്യമേ പറഞ്ഞു ഏജ് ഗ്രേറ്റർ ദാൻ 20 എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ട് ലെവൽ കൺസ്ട്രെയിന്റ് ആണ്. പിന്നെ ഒരു ടപ്പിൾ ബേസ്ഡ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടപ്പിളിന്റെ സമ്മ് ഗ്രേറ്റർ ദാൻ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ടപ്പിൾ ബേസ്ഡ് കൺസ്ട്രെയിന്റ്. പിന്നെ അസേർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഡാറ്റാബേസിൽ, ഇപ്പൊ ഒരു കമ്പനി ഡാറ്റാബേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള മൾട്ടിപ്പിൾ ടേബിൾസിൽ അഫക്ട് ചെയ്യുന്ന കൺസ്ട്രെയിന്റ് ആണ് അസേർഷൻ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ സംഭവം. അതിന്റെ സിന്റാക്സ് ഒന്ന് നോക്കി വെക്കുക. ക്രിയേറ്റ് അസേർഷൻ, അസേർഷൻ നെയിം, ചെക്ക്, എന്നിട്ട് നമ്മൾ പ്രെഡിക്കേറ്റ് കണ്ടീഷൻസ് കൊടുക്കുക. എന്താണ് കണ്ടീഷൻ, നമ്മുടെ ഡാറ്റാബേസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത ലാസ്റ്റ് പോർഷൻ ട്രിഗർ. ട്രിഗർ എന്ന് പറഞ്ഞാൽ ട്രിഗർ ചെയ്യുക എന്നുള്ള ഇറ്റ് ഈസ് എ സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻ ഡാറ്റാബേസ്. നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ആ ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ആണ്. ദാറ്റ് മീൻസ് അത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്സ് ട്രിഗർ in which it automatically invoke whenever a special event in the database occurs. നമ്മുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യേണ്ട സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ട്രിഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പം എന്തെങ്കിലും ഇവന്റ്സ് ഒക്കർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റോർഡ് പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡാറ്റാബേസിലുള്ള ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇൻസേർട്ടോ ഡിലീറ്റോ അപ്ഡേറ്റ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ട്രിഗർ മീൻസ് ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ആണ്, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോർഡ് പ്രൊസീജിയർ ആണ് ട്രിഗർ. അത് എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. എപ്പോ നമ്മൾ ആ സ്റ്റോർഡ് പ്രൊസീജിയർ ഏത് ടേബിൾസ് ആയിട്ടാണോ അല്ലെങ്കിൽ ഏത് ഡാറ്റാബേസ് ആയിട്ടാണോ ടൈപ്പ് ഉള്ളത്
ആ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോർഡ് പ്രൊസീജിയർ, അതായത് ആ ഒരു ട്രിഗർ പ്രൊസീജിയർ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ ട്രിഗറിലുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യും. അപ്പോ ഈ ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡാറ്റാബേസ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ആ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഇൻസേർട്ട് ഓപ്പറേഷനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്പറേഷൻസോ പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ട്രിഗർ ഫയർ ചെയ്യും. ട്രിഗറിൽ എന്ത് ചെയ്യും, അതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കാണിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേട്ട് നമുക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റാബേസ്, അതിനകത്ത് കുറെ ടേബിൾസ് ഉണ്ട്. ആ ടേബിൾസ് നമ്മൾ ഒരാൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് കുറെ പേര് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. കുറെ പേര് കൂടിയാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻസേർഷൻ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, അതിനകത്ത് ഇനി നമുക്ക് ഓപ്പറേഷൻസ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓണേഴ്സ് അത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അഡ്മിൻ അത് അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിളിനെ വെച്ചിട്ട് നമുക്കൊരു ട്രിഗർ, ഒരു പ്രൊസീജിയർ എഴുതാം. പ്രൊസീജിയർ എഴുതാന്ന് പറഞ്ഞാൽ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വരുവാന്ന് വിചാരിക്കാം. നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് അതിനകത്ത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രിഗർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് അതാത് കൺസേൺഡ് ആൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ട്രിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് മേ ബി യൂസ്ഫുൾ ടു സ്പെസിഫൈ എ കണ്ടീഷൻ ദാറ്റ് ഇഫ് വയലേറ്റഡ് കോസസ് സം യൂസർ ടു ബി ഇൻഫോംഡ് ഓഫ് ദ വയലേഷൻ. അതായത് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും വയലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഈ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് വന്നാൽ അതിന്റെ ഓണർ അത് അറിയണം, എന്താണ് അവിടെ ചെയ്തതെന്നുള്ളത്. അതങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ ട്രിഗർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ഒരു വലിയൊരു സിൻടാക്സ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് ഓഫ് ട്രിഗേഴ്സ് നോക്കുക. ജനറേറ്റിംഗ് സം ഡിറൈവ്ഡ് വാല്യൂ കോളംസ് ഓട്ടോമാറ്റിക്കലി. അതായത് നമുക്കൊരു ടേബിളിൽ ഒരു ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് നമ്മൾ ഏത് ടേബിളിലേക്കാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നിന്നുള്ള കുറെ കോളംസിന്റെ നമുക്ക് കുറച്ചധികം എന്താണ് വാല്യൂസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, എൻഫോഴ്സിംഗ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി. നമ്മുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഓണറിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവന്റ് ലോഗിങ് ആൻഡ് സ്റ്റോറിംഗ് ഇൻഫർമേഷൻസ് ഓൺ ടേബിൾ ആക്സസ്. അതായത് ഏത് സമയത്താണ് ലോഗിൻ ചെയ്തത് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എപ്പോഴൊക്കെയാണ് സ്റ്റോർ ചെയ്യണേ എന്നുള്ളൊരു ടേബിൾ ആക്സസ് നമുക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രിഗറും കൂടെ കൂടി ആ ഡാറ്റാബേസിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ബെനിഫിറ്റ്സ് ഓഫ് ട്രിഗേഴ്സ്. ഈ ട്രിഗർ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറച്ചധികം ഉണ്ട്. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ. അതായത് ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ ഒരു ട്രിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, ട്രിഗർ നെയിം കൊടുക്കുക. എന്നിട്ട് ബിഫോർ ഓർ ആഫ്റ്റർ ഓർ ഇൻസ്റ്റഡ് ഓഫ്, ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് ഓഫ് കോളം നെയിം ഓൺ ടേബിൾ നെയിം, റെഫറൻസിങ് ഓൾഡ് ആസ് ഓ ന്യൂ ആസ് എൻ ഫോർ ഈച്ച് റോ വെൻ കണ്ടീഷൻ. പിന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, എന്താണ് ട്രിഗറിൽ ഫയർ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് ട്രിഗറിന്റെ ഹെഡറിലായിട്ട് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, ട്രിഗർ നെയിം കൊടുക്കുക. എപ്പോഴാണ് ഇവന്റ് ഒക്കർ ചെയ്തിട്ടാണോ, അതിന് ശേഷമാണോ, അതിന് മുമ്പാണോ, അതോ ഇൻസ്റ്റഡ് ഓഫ്, ബിഫോർ ഓർ ആഫ്റ്റർ ആണോ ട്രിഗർ ഫയർ ചെയ്യേണ്ടത്. ഇനി ഏതോ ഇവന്റ് ഒക്കർ ചെയ്യാന്ന് പറഞ്ഞു, ഡാറ്റാബേസിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് ട്രിഗർ എന്ന് പറഞ്ഞു. അപ്പം ഇവന്റ് ഏതാന്നുള്ളത് എഴുതി കൊടുക്കുക. ഇൻസേർട്ട് ആണോ, അപ്ഡേറ്റ് ആണോ, ഡിലീറ്റ് ആണോ, ഏത് കോളത്തിലാന്ന് പറഞ്ഞു കൊടുക്കുക, ഏത് ടേബിളിലാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഡാറ്റാബേസിൽ നമ്മൾ ഒരു ടേബിളിൽ ട്രിഗർ എന്നുള്ള പ്രൊസീജിയറിനെ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടാല് എപ്പോഴൊക്കെ ആ ടേബിളിൽ ഈ പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്യുന്നു, ഒന്നുകിൽ ഡിലീറ്റ് ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ആവും, ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രിഗർ, ഇപ്പൊ തന്നിരിക്കുന്ന ട്രിഗറിന്റെ പ്രൊസീജിയർ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് യൂസറിനോ അല്ലെങ്കിൽ എവിടെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻസ് മെസ്സേജ് നമ്മൾ എവിടെ കൊടുക്കണം, ഡിക്ലെയർ ബിഗിൻ എൻഡിന്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുണ്ടോ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രിഗർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. എന്താണ്, നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ
എപ്പോഴൊക്കെ നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷനോ ഡിലീറ്റ് ഓപ്പറേഷനോ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ഏത് വേണമെങ്കിലും പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു ട്രിഗറിനെ ഫയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ട്രിഗറിൽ എന്ത് വേണം? നമ്മള് നമ്മള് നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്തത് ആ ചെയ്ത ടപ്പിളിന്റെ സാലറി ഡിഫറൻസ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ നിങ്ങക്ക് മനസ്സിലായെന്ന് പറഞ്ഞൂടെ? കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിള്, ആ ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷനോ അപ്ഡേറ്റ് ഓപ്പറേഷനോ ഡിലീറ്റ് ഓപ്പറേഷനോ പെർഫോം ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ഡിസ്പ്ലേ ചെയ്യണം? അതിന്റെ ട്രിഗറിൽ എന്ത് എന്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം? ആ ഇൻസേർട്ട് ചെയ്യുന്ന ടപ്പിൾ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന ടപ്പിൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ടപ്പിളിന്റെ സാലറി ഡിഫറൻസ് മെസ്സേജ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ കസ്റ്റമർ എന്നുള്ള ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വാല്യൂസ് 6 ഇൻസേർട്ട് ചെയ്തു. ദെൻ ഇതിന്റെ ട്രിഗറിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ട്രിഗർ ഫയർ ചെയ്യണതിന്റെ കണ്ടീഷൻ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? നമ്മൾ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിൽ ഇൻസേർട്ട് ഇവന്റോ ഡിലീറ്റ് ഇവന്റോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇവന്റ് ഒക്കെ ചെയ്താൽ എന്താണ് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത്? സാലറി ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വാല്യൂസ് ഒക്കെ ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ടേബിളിന്റെ ട്രിഗറിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ട്രിഗറിന്റെ ആ ഒരു കോഡാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ആ കോഡ് ഒന്നുകൊണ്ട് നോക്കാം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ട്രിഗർ, ട്രിഗറിന്റെ നെയിം കൊടുത്തു, ഡിസ്പ്ലേ സാലറി ചേഞ്ചസ്. എന്നിട്ട് പറഞ്ഞേക്കാണ് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ ഡിലീറ്റ്, ബിഫോർ ഓർ ആഫ്റ്റർ ആണോ നോക്കാം. ഇവന്റ് ഒക്കെ ചെയ്തിട്ടാണോ ചെയ്യുന്നതിന് മുമ്പാണോ ഈ പറഞ്ഞ ട്രിഗറിനെ ഫയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് ബിഫോർ ആണ്. ഡിലീറ്റ് ഓപ്പറേഷനോ ഇൻസേർട്ടോ ഡിലീറ്റ് അപ്ഡേറ്റ്, അതായത് നമ്മുടെ കസ്റ്റമർ ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്താലോ ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്താലോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നേക്കാളും മുമ്പ് തന്നെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഡിസ്പ്ലേ സാലറി ചേഞ്ചസ് എന്ന് പറഞ്ഞ ട്രിഗറിനെ ഫയർ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? സാലറി ഡിഫറൻസ് കണ്ടുപിടിക്കണം. സാലറി ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോ അപ്ഡേറ്റ് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ പുതിയ സാലറി കിട്ടും. ഇൻസേർട്ട് ആണ് ചെയ്യണമെങ്കിൽ പഴയ സാലറി ഇല്ല, ന്യൂ സാലറി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ വാല്യൂ ഫെച്ച് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഓൾഡ് സാലറിയും ന്യൂ സാലറിയും സാലറി ഡിഫറൻസും ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് പ്രൊസീജിയറിന്റെ ആക്ഷൻ, സോറി ട്രിഗറിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞത് ഏതാണ്? നമ്മുടെ കസ്റ്റമർ ടേബിളിൽ ഇൻസേർട്ട് ഓപ്പറേഷനോ അപ്ഡേറ്റ് ഓപ്പറേഷനോ ഇൻസേർട്ട് ഓപ്പറേഷനോ ഡിലീറ്റ് അപ്ഡേറ്റോ ചെയ്യുമ്പോൾ ആ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോഴാണ് ട്രിഗർ ഫയർ ചെയ്യേണ്ടത്. ട്രിഗറിന്റെ ആക്ഷൻ എന്താണ്? ആ ഒരു ടപ്പിളിന്റെ ഏതൊക്കെ ടപ്പിൾസിലാണോ ഈ 3 ഇവന്റ് ഒക്കർ ചെയ്യുന്നത് അതിന്റെ സാലറി ഡിഫറൻസ് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇതിനകത്ത് കുറെ ന്യൂ ഓൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ കീ അല്ലെങ്കിൽ കുറെ പാരാമീറ്റേഴ്സ് കാണുന്നുണ്ട്. ന്യൂ എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നത് നമ്മുടെ ഡേറ്റാബേസിൽ ഇവന്റ് ഒക്കർ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടാനാണ് ന്യൂ കൊടുക്കുന്നത്. ഓക്കെ, ട്രിഗറിങ് ഇവന്റ് ഏതാണോ അതിന് ശേഷമുള്ള വാല്യൂ കിട്ടാനാണ് ന്യൂ വാല്യൂ കൊടുക്കുന്നത്. ഓൾഡ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് പഴയ വാല്യൂ കിട്ടാൻ, ഓൾഡ് വാല്യൂ കിട്ടാൻ. ഓക്കെ, അപ്പൊ അത് അത്ര. അപ്പൊ ഇതിന്റെ തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഡേറ്റാബേസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് ഫയർ ചെയ്തോളണം? ട്രിഗർ എന്നുള്ള സംഭവം ഫയർ ചെയ്തോളണം. അപ്പൊ അത് കാണിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ട്രിഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെയിൻലി ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണ് ട്രിഗർ, അതിന്റെ സിന്റാക്സ് എന്താണ്, ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ട്രിഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രിഗർ. അപ്പൊ ആ ട്രിഗറിൽ ചെയ്യുന്നത് നമുക്ക് ഏത് ഡേറ്റാബേസിലാണോ ട്രിഗർ ഫയർ ചെയ്യേണ്ടത് ആ ഡേറ്റാബേസിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ റോസ് ആണോ ആ ഇൻസേർട്ട് ഓപ്പറേഷൻ വെച്ചിട്ട് അപ്ഡേറ്റഡ് ആവണത് അല്ലെങ്കിൽ ഇവന്റിൽ പാർട്ട് ആവണത് അതിനെല്ലാം റെഫർ ചെയ്യാൻ ന്യൂ വാല്യൂ കൊടുക്കാം. പഴയ വാല്യൂ കിട്ടണമെങ്കിൽ ഓൾഡ് വാല്യൂ കൊടുക്കാം. ഇത്രയും വെച്ചിട്ട് ട്രിഗർ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ ട്രിഗർ അസോർഷൻ വ്യൂ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അറ്റൻഡൻസ് എടുക്കാം.
ടേക്ക് യുവർ അറ്റൻഡൻസ്